ഹായ് നമസ്കാരം. ഞാൻ ശ്രീനഗറിലെ കാൻഹാർ സ്ട്രീറ്റിലാണ് കേട്ടോ. ഇവിടെ ഒരു ദർഗ ഉണ്ട്. ആ ദർഗ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വിശേഷമുള്ള ദർഗയാണ്. അപ്പോൾ വിശേഷം എന്നുള്ള ദർഗ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വിശ്വാസപ്രകാരം, അതായത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശ്വാസപ്രകാരം ഇത് ഈസാ നബിയുടെ ദർഗയാണ് കേട്ടോ. ഈസാ നബിയുടെ മരണപ്പെട്ട അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലമാണിത്. അതുപോലെ ദർഗയുടെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഈസാ നബിയുടെ പേരിനോട് സാദൃശ്യമായ ഹസ്രത്ത് യൂസ എന്നാണ് കേട്ടോ. ആക്ച്വലി ഈസാ നബിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കുരിശിലേറ്റപ്പെടുകയും അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതി വൈകുന്നേരം അദ്ദേഹത്തെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ കല്ലറയിൽ 3 ദിവസം അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് 3-ാം ദിവസം അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് ഈ കാശ്മീരിൻ്റെ താഴ്വരകളിൽ എത്തിപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. നല്ല നീളമുള്ള ഖബറാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം വലിയ നീളമുള്ള ഖബറാണ്. ഇതിന് നമുക്ക് സാധാരണക്കാർക്ക് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തക്കത്തിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൻ്റെ ഒരു സ്കൾപ്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ വരെ ഇവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ കൾച്ചറിൻ്റെ മുകളിൽ ഞാനിതിൻ്റെ ഫോട്ടോ കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഇതിന് താഴെ കാണിക്കാം. ഇത് സ്കൾപ്ചറിൻ്റെ മുകളിൽ ശരിക്കും കുരിശിലേറ്റപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ 2 ഹോള്, ആ 2 ഹോൾ അടക്കം ആ സ്കൾപ്ചറിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരുപാട് വിശ്വസിക്കാവുന്ന ഒരു തന്നെ തെളിവുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സത്യം എന്താണെന്ന് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് അറിയണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.